കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാനുള്ള നിയമപരമായ അഭിപ്രായത്തിലാണ് ഗുരുതര പരാമർശങ്ങൾ. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായി വിചാരണ കോടതി ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ വലിയ തിരിച്ചടിയാണ് വിചാരണ കോടതിയിൽ നിന്ന് പ്രോസിക്യൂഷന് നേരിടേണ്ടി വന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ ആ കോടതി നിലപാടിനെ അങ്ങേയറ്റം ശക്തമായ ഭാഷയിൽ എതിർക്കുകയും ചെയ്തതാണ്. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ നൽകാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടിയുള്ള അനുമതി സർക്കാരിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അനുമതി ലഭിക്കുന്നതിന് മുന്നോടിയായി നിയമപരമായ അഭിപ്രായമാണ് പ്രോസിക്യൂഷൻ ഈ നിലപാടിൽ സ്വീകരിച്ചത്. അതിൽ വ്യക്തമായി പറയുന്നത് വിചാരണ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളാണ്. പ്രത്യേകിച്ച് മെമ്മറി കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ട് സംശയനിഴലിൽ നിൽക്കുന്ന കോടതിക്ക് ഇത്തരത്തിലൊരു വിധി പറയാൻ അവകാശമില്ല. ഒപ്പം 1 മുതൽ 6 വരെ പ്രതികൾക്ക് ഒരു നീതിയും അതിനുശേഷം പ്രധാന പ്രതിയായിരുന്ന 8ാം പ്രതിയായിരുന്ന ദിലീപും ഈ ശരത്തും അടക്കമുള്ള ആളുകൾക്ക് മറ്റൊരു നീതിയും സ്വീകരിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോയി. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ പല തെളിവുകൾ കൊണ്ടുവന്നെങ്കിലും അതേ തെളിവുകൾ ദിലീപിനെതിരെ നിരത്തിയപ്പോൾ ആ തെളിവുകൾ അംഗീകരിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. തീർത്തും പക്ഷാപാതപരമായിരുന്നു കോടതിയുടെ നിലപാട് ഈ വിഷയത്തിലെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഒപ്പം ഈ വിധിയിലെ നിയമപരമായ വീഴ്ചയും സാങ്കേതിക പിഴവും ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ആ അപ്പീലിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും ആ ഘട്ടത്തിൽ വിചാരണ കോടതിക്കെതിരെ കൂടുതൽ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തും അല്ലെങ്കിൽ പരാമർശങ്ങളെ ഉന്നയിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ സ്വീകരിക്കുന്ന നിലപാട്. അടുത്ത ആഴ്ചയോടുകൂടിയായിരിക്കും നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുക. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.